യഹൂദന്മാരുടെ സിനഗോഗുകളിലും സ്കൂളുകളിലുമൊക്കെ അവരെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു അർത്ഥവാക്യം ഇതാണ്: Much wisdom I have learned from my teachers. More wisdom I have learned from my colleagues, companions. Most wisdom I have learned from my students. Much wisdom, ഒരുപാട് അറിവ് എൻ്റെ അധ്യാപകരിൽ നിന്ന് ഞാൻ പഠിച്ചു. More wisdom, അതിൽ കൂടുതലായ അറിവ് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തു. Most wisdom, ഏറ്റവും കാതലായ ശാരദത്തായ അറിവ് എൻ്റെ കുട്ടികളിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തു. മഹത്തായ ഒരു പ്രസ്താവനയാണ് യഹൂദ പാരമ്പര്യത്തിലെ. അത് കുട്ടികളിൽ നിന്ന് മഹത്തായ വിജ്ഞാനം പഠിച്ചെടുക്കുന്ന അധ്യാപകരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഫുൾ A+ മേടിക്കുന്ന കുട്ടികളിൽ നിന്ന് അധ്യാപകർക്ക് പലതും പഠിക്കാറുണ്ട്. നല്ലതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളിൽ നിന്ന് അധ്യാപകർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഒരു വീട് മാനേജ് ചെയ്യാൻ വിഷമിക്കുന്ന ഒരു സാറ് അല്ലെങ്കിൽ ഒരു ടീച്ചർ ഇവിടെ വന്ന് 100 കണക്കിന് കുട്ടികളെ കണ്ട് അവരെ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുമ്പോൾ കുട്ടികളിൽ നിന്ന് പഠിക്കുകയാണ്. യഥാർത്ഥ വിസ്ഡം കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ്. സുവിശേഷത്തിലും ഈശോയുമാണ് പറയുന്നത്, കുട്ടികൾ അടുത്തു വരട്ടെ, കുട്ടികളെ പോലെ ആയിരിക്കുക. ഒരുപാട് സുവിശേഷം അത് തന്നെയാണ്. ഈശോ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യവും. ഒലിവുമാരമംഗലം സ്കൂളിൻ്റെ പ്രൈഡ്, അഭിമാനം, അഹങ്കാരം അത്ര നല്ല വാക്കല്ലെങ്കിലും അഭിമാനം ഈ കുട്ടികളാണ്. സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള് ഈ പ്രദേശത്ത് പുതിയ വെളിച്ചം പകർന്നിട്ടുണ്ട്. വലിയൊരു ഐശ്വര്യം ഇവിടെ വന്നുകൂടി. ഈ സ്കൂള് നമുക്കിവിടെ കിട്ടിയതോടുകൂടി വലിയൊരു റെവലേഷൻ, വെളിപാട്, വെളിച്ചം അധ്യാപകർക്കും കുട്ടികൾക്കും ഇടവകക്കാർക്കും എല്ലാം കിട്ടി. കുട്ടികളോട് ഇടപെടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഗ്രൗണ്ട് നിറഞ്ഞ് കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ അത്യധികമായിട്ട് എനിക്ക് സന്തോഷം നൽകി. കുട്ടികൾ എപ്പോഴും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ മുഖം ഈ ലോകത്തിന് നൽകുന്നവരാണ് കുട്ടികൾ. ദൈവത്തിൻ്റെ മുഖമാണ് അവർ കൊണ്ടു നടക്കുന്നത്. അവരോട് ഇടപെടുമ്പോൾ, അവരെ കാണുമ്പോൾ, അവരെ പഠിപ്പിക്കുമ്പോൾ ആ ദൈവികമായ കാര്യങ്ങളിലാണ് നമ്മെ തന്നെ ചേർത്ത് നിർത്തുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും കാതലായ വസ്തുത പീസ് ബിൽഡിങ്, സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അറിവിലൂടെ മാത്രമേ നമുക്കത് പറ്റുകയുള്ളൂ. സമാധാനം സ്ഥാപിക്കുക, അതിന് നല്ല ഡെമോക്രാറ്റിക് വാല്യൂസ്, രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകൾ, ജനാധിപത്യപരമായിട്ടുള്ള ചിന്തകൾ, മൂല്യാധിഷ്ഠിത രാഷ്ട്രമീമാംസയുടെ ചിന്തകളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇവിടെ നല്ല രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് പ്രവർത്തകർ രാഷ്ട്രീയ മേഖലയോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നല്ല ഒരു ജനാധിപത്യ ബോധവും മൂല്യവും പുലർത്തുന്ന ഒരു പ്രദേശമാണിത്. അത് കുട്ടികൾക്കും ആ നല്ല ചിന്തകൾ, കാഴ്ചപ്പാടുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ക്ലാസ് മുറികൾക്ക് അപ്പുറത്തുള്ള മൂല്യങ്ങൾ ഇതുപോലുള്ള കൂടിവരവിൽ നിന്നും സമ്മേളനങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് സ്വന്തമാക്കേണ്ടതാണ്. ഇവിടെ മാതാപിതാക്കളുടെ PTA മീറ്റിംഗും ഉണ്ടായിരുന്നു. അമേരിക്കയിലൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ചാപ്റ്ററിൽ അവരെപ്പോഴും കൊടുത്ത
കൊടുത്തിരിക്കുന്ന 3 ഘടകങ്ങൾ കുട്ടികൾ, സ്കൂളുകൾ, കോളേജുകൾ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഭാഗം അവർ കൊടുക്കുന്നത് മാതാപിതാക്കൾ, അധ്യാപകർ, മാനേജ്മെന്റ്. ഈ 3 കാര്യങ്ങൾ കുട്ടികളുടെ മാതാപിതാക്കൾ, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, മാനേജർ അല്ലെങ്കിൽ മാനേജ്മെന്റ്, ഈ 3 ഘടകങ്ങൾ എപ്പോഴും ഒരുമിച്ച് പഠിപ്പിക്കണം. ഞാനിവിടെ വന്ന അവസരത്തിലൊക്കെ എനിക്ക് കൂടുതൽ ഇമ്പകരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം മാതാപിതാക്കളുടെ സാന്നിധ്യമാണ്. ഒരുപക്ഷെ ഞാൻ ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമ്മേളനങ്ങൾക്ക് വരുന്നത് കൊണ്ടുകൂടിയായിരിക്കാം. ഇവിടെ വരുമ്പോഴൊക്കെ മുതിർന്ന ആളുകൾ, മാതാപിതാക്കൾ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്ത് എപ്പോഴും ഉണ്ട്. അത് നമുക്ക് നല്ല ചിന്തകൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നാളത്തെ വലിയകുമാരന്മാരും ഇന്നത്തെ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. നാളെ ഒരു മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല